ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലോക്കസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിന്ദു സക്സഷൻ ആക്ട് അഥവാ ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമത്തെ കുറിച്ചാണ്. ഇന്ത്യയിൽ ഓരോ മതത്തിനും അവരുടേതായ നിയമങ്ങളും സ്വത്ത് സംബന്ധമായ പിന്തുടർച്ചാവകാശങ്ങളും നിലവിലുണ്ട്. ആദ്യം ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം ആർക്കൊക്കെയാണ് ബാധകമായിട്ടുള്ളത് എന്ന് നോക്കാം. ഹിന്ദു, ബുദ്ധിസ്റ്റ്, ജെയിൻസ് ആൻഡ് സിഖ്. ഇനി ഈ നിയമപ്രകാരം ആർക്കെല്ലാം അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാമെന്ന് നോക്കാം. A legitimate or illegitimate child whose both parents are Hindu, Buddhist, Jains or Sikh in India. Legitimate or illegitimate child, one of whose parents is a Hindu, Buddhist, Jain or Sikh in India. നിയമാനുസൃതമായിട്ടുള്ളതോ അല്ലാത്തതോ ആയ മക്കളുടെ പാരൻസ് രണ്ടുപേരും ഹിന്ദു ആയിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാരന്റ് ഹിന്ദു എന്ന കാറ്റഗറിയിൽ വരുന്നവരായിരിക്കണം. അതുപോലെ തന്നെ മറ്റു മതങ്ങളിൽ നിന്ന് ഹിന്ദുവിലേക്ക് കൺവേർട്ട് ചെയ്തവർക്കും ഈ ഒരു ആക്ട് പ്രകാരം അവരുടെ അവകാശങ്ങൾ ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. ഇനി എന്താണ് സക്സഷൻ അഥവാ പിന്തുടർച്ചാവകാശം എന്ന് നോക്കാം. One person's property right and everything transferred to another. ഒരാളുടെ പ്രോപ്പർട്ടിയുടെ മുകളിലുള്ള അധികാരം അയാൾ മരിച്ചതിന് ശേഷം അത് മറ്റുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അയാളുടെ ലീഗൽ ഹെയർസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് പിന്തുടർച്ചാവകാശം അഥവാ സക്സഷൻ എന്ന് പറയുന്നത്. It can be divided upon two methods. അത് ഏതൊക്കെയാന്ന് നോക്കാം. Intestate succession and testamentary succession. എന്താണ് intestate succession? Property of a person who dies without any testamentary disposition or without a valid will. Intestate succession ruled by certain classes of heirs. According to such class of heirs, the property is distributed. ഒരാൾ തൻ്റെ സ്വത്തുവകകളെ സംബന്ധിച്ച് വിൽപത്രമോ മറ്റോ ഇല്ലാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വത്തുവകകൾ നിയമപ്രകാരമുള്ള ലീഗൽ ഹെയർസിന് ലഭിക്കുന്നതാണ്. അതാണ് ഇൻഡസ്റ്റേറ്റ് സക്സഷൻ. ഇനി എന്താണ് ടെസ്റ്റമെന്ററി സക്സഷൻ? A man dies with a will, that is the property transferred to another through a will. അതാണ് ടെസ്റ്റമെന്ററി സക്സഷൻ. ഒരാൾ മരണപ്പെടുന്നതിന് മുൻപായി വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിൽപത്രത്തിൽ പറയുന്ന പ്രകാരമാണ് അയാളുടെ സ്വത്തുക്കൾ വിഭജിക്കപ്പെടുന്നത്. ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം എങ്ങനെയാണ് ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആവുന്നത്? According to Hindu Succession Act 1956, the law does not provide equal rights or share to daughters as of son in the ancestral property. However, under the Hindu Succession Amendment Act 2005, a woman get equal rights and share in ancestral property like son. ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമപ്രകാരം 1956 ഈ നിയമപ്രകാരം മെയിൽ കോപ്പാസിനേഴ്സിനായിരുന്നു സ്വത്തിനുള്ള അവകാശം. എന്നാൽ 2004 ഈ നിയമത്തിന് ഒരു ഭേദഗതി വന്നു. 2004 ഈ അമെൻമെന്റിന് ശേഷം ഒരു ഹിന്ദു വിഭാഗത്തിലെ വ്യക്തി മരണപ്പെട്ടാൽ ആ വ്യക്തിയുടെ സ്വത്തിൽ ആൺമക്കൾക്കൊപ്പം പെൺമക്കൾക്കും തുല്യ അവകാശം നൽകി. അത് അവരുടെ ബൈ ബർത്ത് അവകാശമായി കണക്കാക്കാൻ നിയമം വന്നു. According to Section 6 of Hindu Succession Act Amendment, Hindu Succession Amendment 2005, devolution of interest in the coparcenary property, daughters are coparcenor by birth with the same right as of son. It is based upon the principles that fundamental rights in Article 14, right to equality, and Article 15, prevent discrimination on the basis of sex, caste, etc. ഇന്ത്യൻ ഭരണഘടന പ്രകാരം നമ്മുടെ മൗലികാവകാശമായ ആർട്ടിക്കിൾ 14, റൈറ്റ് ടു ഇക്വാലിറ്റി, and Article 15, prevent discrimination on the basis of sex,
കാസ്റ്റ് എക്സെട്ര എന്നിവ കണക്കിലെടുത്തിട്ടാണ് ഈ ഭേദഗതി വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോർട്ടിന്റെ ഒരു ജഡ്ജ്മെന്റ് 2020 വന്നിട്ടുണ്ട്. വിനീത ശർമ്മ വേഴ്സസ് രാകേഷ് ശർമ്മ. ഈ കേസിൽ സുപ്രധാനമായ 2 ഇഷ്യൂസ് ആണ് സോൾവ് ചെയ്തത്. ഫസ്റ്റ് ഇഷ്യൂ, ഹിന്ദു സക്സഷൻ അമെൻമെന്റ് ആക്ടിന് മുൻപും പിൻപും ജനിച്ച പെൺകുട്ടിക്ക് ആൺകുട്ടികളെ പോലെ തന്നെ ജന്മസിദ്ധമായ സ്വത്തവകാശമുണ്ട്. രണ്ടാമത്തെ ഇഷ്യൂ, അമെൻമെന്റ് നിലവിൽ വന്ന സെപ്റ്റംബർ 9, 2005 എന്ന ഡേറ്റിനോ അതിന് ശേഷമോ അച്ഛൻ ജീവിച്ചിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇതിനു മുൻപ് വന്നിട്ടുള്ള 2 വിധിന്യായങ്ങളിലെ കോൺഫ്ലിക്റ്റ് ആണ് ഈ ഒരു കേസിന്റെ വിധിയിലൂടെ പരിഹരിച്ചത്. ഇതിനു മുൻപ് വന്നിട്ടുള്ള 2 കേസ് എന്താണെന്ന് നോക്കാം. പ്രകാശ് വേഴ്സസ് ഫുൽവാത്തി in 2016. അത് പ്രകാരം ആ ഒരു വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമായിരുന്നു: ഹിന്ദു സക്സഷൻ അമെൻമെന്റ് ആക്ട് നിലവിൽ വന്ന സെപ്റ്റംബർ 9, 2005 എന്ന ഡേറ്റിൽ അച്ഛൻ ജീവിച്ചിരുന്നുണ്ടെങ്കിൽ മാത്രമാണ് മകൾക്ക് അച്ഛന്റെ പ്രോപ്പർട്ടിയിലുള്ള അവകാശം മകനെ പോലെ തുല്യാവകാശം ലഭിക്കുകയുള്ളൂ എന്ന്. അതിനുശേഷം 2018 ധനമ്മ വേഴ്സസ് അമർ എന്ന ഒരു കേസിലെ വിധി മറിച്ചായിരുന്നു. അതായത് അച്ഛൻ 2001 മരിച്ചു, എന്നാലും മകൾക്ക് മകന്റെ പോലെ തന്നെ തുല്യ അവകാശം പ്രോപ്പർട്ടിയിൽ ഉണ്ട് എന്നായിരുന്നു ആ ഒരു കേസിലെ വിധി. ഇങ്ങനെ 2 ജഡ്ജ്മെന്റിലും 2 തരത്തിൽ പറഞ്ഞിട്ടുള്ളതിനാൽ ഏത് ഫോളോ ചെയ്യണമെന്നൊരു ഡൗട്ട് വന്നു. അതാണ് വിനീത ശർമ്മ വേഴ്സസ് രാകേഷ് ശർമ്മ എന്ന 2020 വന്ന കേസിലൂടെ പരിഹരിച്ചത്. ഇപ്രകാരം പെൺമക്കൾക്ക് തുല്യത നൽകുകയും അവരുടെ അവകാശങ്ങളെ നിഷേധിക്കാൻ കഴിയുകയില്ല എന്നും നിലവിൽ വന്നു. ഇനിയും ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ മാത്രം മതി. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും നിയമപരമായ സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അതിനുള്ള സൊല്യൂഷനുമായി ലോക്കസ്റ്റ് നെക്സ്റ്റ് ടൈം വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ലോക്കസ്റ്റ്.